അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലഹരി എന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹിക വിപത്താണ്. ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആരെങ്കിലും ലഹരി ഉപയോഗിച്ചു തുടങ്ങിയാൽ പിന്നെ അവൻ്റെ കുടുംബം നശിച്ചു പോകും. അതേപോലെ തന്നെ ഒരുപാട് യുവാക്കൾ ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ സ്വന്തം ശരീരവും അതേപോലെ തന്നെ കുടുംബവും തകർന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ലഹരി ഇല്ലാത്ത ഒരു പാർട്ടിയുമില്ല. പല ആഘോഷ സ്ഥലങ്ങളിലും ഇന്ന് ലഹരിയുടെ ഉപയോഗം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കല്യാണ വീടുകളിൽ, അതേപോലെ തന്നെ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടായാൽ, അതേപോലെ തന്നെ സന്തോഷവേളകളിലൊക്കെ ലഹരിയുടെ ഉപയോഗം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം ലഹരി അത് എത്ര ചെറുതാകട്ടെ അതിൻ്റെ ഉപയോഗം നിഷിദ്ധമായി കാണുന്ന, ഹറാമായി കാണുന്ന മതമാണ്. വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. മദ്യപാനം എന്ന് പറഞ്ഞാൽ അത് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്നാണ്. പല ആളുകളും തമാശക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, കൂട്ടുകാരോടൊപ്പമൊക്കെ കൂടുമ്പോഴായിരിക്കും ലഹരിയുടെ ഒരു ഉപയോഗം ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് അവർക്കത് ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് മാറും. ലഹരി ഉപയോഗിച്ചാൽ നമ്മുടെ കുടുംബം നശിക്കും, നമ്മുടെ വ്യക്തിത്വം തകരും. ഒരുപാട് സമ്പാദ്യം ഈ ലഹരിക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടി വരും. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. വലിയ വലിയ മാറാരോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടും. ഒരാളും ലഹരി ഉപയോഗിക്കുന്ന ഒരാളെയും ആളുകൾ ഇഷ്ടപ്പെടുകയില്ല. നമ്മുടെ കുടുംബം തകരുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ വലിയൊരു വിപത്താണ്. ഇന്ന് ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പല ആളുകളും മാറിക്കൊണ്ടിരിക്കും. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ലഹരി ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ നമുക്ക് മാത്രമല്ല, അത് എതിരെ വരുന്ന ആളുകൾക്ക് വരെ അപകടമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും ലഹരിയിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞത്. അത് നമ്മുടെ ജീവിതത്തെ തകർക്കും. ലഹരി ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ നന്മയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. നമ്മുടെ എല്ലാവിധ നന്മകളെയും നശിപ്പിച്ച് കളയാൻ ലഹരിയുടെ ഉപയോഗത്തിന് കഴിയും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ശരീരം നശിക്കും. വലിയ വലിയ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടും. നമ്മുടെ സമ്പാദ്യം മൊത്തം ഈ ലഹരിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. ആ രൂപത്തിൽ ഒരു നന്മയും ഇല്ലാത്ത ഒന്നാണ് ലഹരി ഉപയോഗം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എല്ലാ തിന്മകളും, ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എല്ലാവിധ തിന്മകളുണ്ട്. അതുകൊണ്ട് ലഹരിയിലേക്ക് നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മുടെ പഠനങ്ങളെ, അതേപോലെ തന്നെ നമ്മുടെ ചിന്തകളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ശരീരത്തെ ഒക്കെ നശിപ്പിക്കാൻ ലഹരി എന്നുള്ളത് കാരണമാവും. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഒരിക്കലും ലഹരിയിലേക്ക് പോവുകയില്ല. ലഹരിയുടെ ഒരു ചെറിയ അംശം പോലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയില്ല എന്ന തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.